നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. അവധി ദിവസങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. ആഘോഷമാക്കാനും ഒക്കെ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. ഉള്ളതുകൊണ്ട് സന്തോഷിക്കാൻ പ്രവാസികൾ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആദ്യമേ തന്നെ പുണ്യ പൂങ്കാവനത്തിന്റെ വാർത്തകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കടുത്ത ചൂടിലും അറഫയിലെ കാരുണ്യത്തിന്റെ മലയിൽ നനവായിരുന്നു. 20 ലക്ഷത്തോളം ഹജ്ജ് തീർത്ഥാടകരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒഴുകിയ പ്രാർത്ഥനകളുടെ പശ്ചാത്താപത്തിന്റെ നനവ്. ഓരോ പ്രാർത്ഥനയും കണ്ണീരും അറഫ ഏറ്റുവാങ്ങി. പകരം തീർത്ഥാടകർക്ക് ഹജ്ജിന്റെ വിശുദ്ധി സമ്മാനിച്ചു. ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം സമത്വത്തിന്റെ തുടിക്കുന്ന സന്ദേശം കൂടിയായി. 150 രാജ്യങ്ങളിൽ നിന്നുള്ളവർ ലളിതമായ വെളുത്ത വസ്ത്രത്തിൽ ദൈവത്തിനു മുന്നിൽ ഹൃദയം തുറക്കുന്ന കാഴ്ച. ജബലു റൗമയിൽ കാരുണ്യത്തിന്റെ മല, അതിലിരുന്ന് അവർ തെറ്റുകൾ ഏറ്റുപറഞ്ഞു, ആവർത്തിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്തു. അറഫ പശ്ചാത്താപത്തിന്റെ ആഴക്കടലായി. ജീവിതത്തിലെ സകല ഭാരവും ഇറക്കിവെച്ച് പുതിയ മനുഷ്യരായി തീർത്ഥാടകർ സന്ധ്യയോടെ അറഫയോട് വിടചൊല്ലി. തുടർന്ന് 6 കിലോമീറ്റർ അകലെ മുസ്തലിഫയിൽ വഴിയോരത്ത് പായ വിരിച്ച് അല്പമുറക്കം. സാത്താന്റെ പ്രതീകമായ ജംറയിൽ എറിയാനുള്ള ചെറു കൽമണികൾ ഇവിടെ നിന്ന് ശേഖരിച്ച് പുലർച്ചെയോടെ മിനായിലേക്ക് നീങ്ങും. ഇന്നാണ് ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ. ചൂട് കനക്കും മുമ്പ് ഇന്നലെ പുലർച്ചെയോടെ തന്നെ തീർത്ഥാടകരെ മിനായിൽ നിന്ന് അറഫയിൽ എത്തിച്ചിരുന്നു. നീതിയിലും ഭക്തിയിലും സഹകരിക്കണമെന്നും മാതാപിതാക്കളോട് ദയ കാണിക്കണമെന്നും കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കണമെന്നും നമിറ പള്ളിയിലെ അറഫ പ്രഭാഷണത്തിൽ ഹറം പള്ളി ഇമാം ഡോക്ടർ സാലിഹ് ബിൻ ഹുമൈദ് ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുക, സത്യവും ധാർമ്മികതയും ക്ഷമയും വാഗ്ദാനങ്ങളും പാലിക്കുക, വിനയമുള്ളവരാകുക, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക എന്നിവയില്ലെങ്കിൽ വിശ്വാസം പൂർണ്ണമാകില്ല എന്ന് പറഞ്ഞു. മലയാളം ഉൾപ്പെടെ 35 ഭാഷകളിൽ തത്സമയ വിവർത്തനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ മലയാളത്തിലെ തത്സമയ വിവർത്തനം നടത്തിയത് മലപ്പുറം സ്വദേശിയായിരുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ലക്ഷോപലക്ഷ കോടിക്കണക്കിന് ആളുകൾ കേട്ട ഒരു പ്രഭാഷണം കൂടിയായിരുന്നു അത്. എന്തായാലും അറഫ ദിനത്തിൽ ആളൊഴിഞ്ഞ മക്കയിലെ മസ്ജിദുൽ ഹറാം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടുകൂടി മക്കയിലെ റോഡുകളും തിരക്കൊഴിഞ്ഞിരിക്കുകയാണ്. മുഴുവൻ ഹാജിമാരും അറഫയിലേക്ക് നീങ്ങിയതോടുകൂടിയാണ് കാബയുടെ മുറ്റം ഈ രൂപത്തിൽ തിരക്ക് ഒഴിഞ്ഞത്. ലോഹ് നമസ്കാരത്തിന് കാബയുടെ മുറ്റത്ത് എത്തിയത് 4 വരിയിൽ വിശ്വാസികൾ മാത്രം. സാധാരണ വസ്ത്രങ്ങൾ അണിഞ്ഞ് എത്തിയവർക്കും കബയുടെ മുറ്റത്തേക്ക് പ്രവേശനം അനുവദിച്ചു. നേരത്തെ ഇഹ്റാം ഡ്രസ്സിലുള്ളവർക്ക് മാത്രമായിരുന്നു മുറ്റത്തേക്ക് പ്രവേശനം. അതായത് നമുക്കറിയാം, വെള്ള വസ്ത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അറഫ സംഗമം കഴിഞ്ഞ് ഈ മുസ്തലിഫിലൂടെ ഹാജിമാർ നാളെ പുലർച്ചെ കല്ലേറും കർമ്മം പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് ഹജ്ജിന്റെ ത്വവാഫ് കർമ്മം നിർവഹിക്കാൻ ഹറമിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തും. അതോടെ കബയുടെ മുറ്റം നിറഞ്ഞ കവിയും. എന്തായാലും ആ ഒരു മണിക്കൂറത്തിലേക്ക് വേണ്ടി, ആ ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയാണ് എല്ലാ വിശ്വാസികളും ഇപ്പോൾ കാതോർത്തിരിക്കുന്നത്, കാണാനായി ഇരിക്കുന്നത്. എന്തായാലും നാളെയാണ് ബലിപെരുന്നാൾ. എല്ലാവർക്കും ഒക്കെ തന്നെ ആദ്യമേ നമുക്ക് പറയേണ്ടതായിരുന്നു, ബലിപെരുന്നാൾ ആശംസകൾ നേരേണ്ടതായിരുന്നു, വൈകിപ്പോയി. എന്തായാലും ആഘോഷിക്കുക. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസ. തീർച്ചയായിട്ടും. അടുത്തത് സൗദി അൽക്കോബാറിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. അൽക്കോബാർ തുക്ബ സ്ട്രീറ്റ് നമ്പർ 4-ലാണ് പുലർച്ചെയോടെ അപകടം നടന്നത്. അപകടത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകർന്നു. ഇന്ത്യക്കാരായ കുടുംബം താമസിച്ചിരുന്ന കെട്ടിടത്തിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹൈദരാബാദ് സ്വദേശികളായ കുടുംബമാണ് അപകടത്തിൽ പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം. സൗദി സിവിൽ ഡിഫൻസ് വിഭാഗം സ്ഥലത്തെത്തി കെട്ടിടത്തിലെ അഗ്നി നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഇപ്പോൾ രണ്ടാം തവണ ഈ മാസം തന്നെ രണ്ടാമത്തെ വാർത്തയാണ് നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത്. കഴിഞ്ഞ തവണ തന്നെ 6ഓളം പേരുടെ ജീവനാണ് നഷ്ടമായത്. ഇപ്പോഴത്തെ ഇന്ത്യൻ കുടുംബം താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. എന്തായാലും പരിക്കുകളോടുകൂടി അവർ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാളിനോടനുബന്ധിച്ച വിവിധ എമിറേറ്റുകളിൽ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചു. അബുദാബിയിൽ പാർക്കിംഗ് ടോൾ നിരക്കുകൾക്ക് എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ അബുദാബിയിലെ പാർക്കിംഗും ടോൾ നിരക്കും ഒഴിവാക്കി. വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് പാർക്കിംഗ് ഫീസ് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച മുതൽ പെയ്ഡ് പാർക്കിംഗ് തുടങ്ങും. ദർബ് റോഡ് ടോൾ സംവിധാനവും പെരുന്നാളിനോടനുബന്ധിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്ന അവധി ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയില്ല. തിങ്കളാഴ്ച മുതൽ ടോൾ നിരക്കുകൾ പുനഃസ്ഥാപിക്കും. ദുബായിൽ ജൂൺ 5 മുതൽ ജൂൺ 8 വരെ പൊതു സ്ഥലങ്ങളിൽ
പാർക്കിംഗ് സൗജന്യമാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. അവധി ദിവസങ്ങളിലും ബഹുദിന പാർക്കിംഗ് ടെർമിനലുകളിൽ പെയ്ഡ് പാർക്കിംഗ് ഉണ്ടാകും. ഷാർജയിൽ ജൂൺ 6 മുതൽ ജൂൺ 8 വരെ ബലിപെരുന്നാൾ അവധി ദിവസമായതിനാലാണ് സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 ദിവസവും പെയ്ഡ് പാർക്കിംഗ് ഉള്ള സോണുകളിൽ ഈ ഇളവ് ലഭിക്കില്ല. നീല നിറത്തിലുള്ള പാർക്കിംഗ് ഇൻഫർമേഷൻ സൈനുകളാണ് ഈ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളത്. അജ്മാനിൽ ജൂൺ 5 മുതൽ 8 വരെ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 9 പാർക്കിംഗ് നിരക്കുകൾ പുനഃസ്ഥാപിക്കും. എന്തായാലും എന്താണ് ആൾക്കാർക്ക് ചെയ്യേണ്ടത്? അവിടെയുള്ള പ്രവാസികൾക്കും അവിടെയുള്ള സ്വദേശികൾക്കും ഒക്കെ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ അവരെ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. അതായത് ഈ ഒരു പെരുന്നാൾ അവധി എങ്ങനെ അവർ ആഘോഷിക്കും എന്നൊക്കെ നോക്കുമ്പോൾ സൗജന്യമായി ഈ ഒരു പാർക്കിംഗ് നൽകുന്നത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സമയമാണ്, എല്ലാവർക്കും ആഘോഷിക്കേണ്ട സമയമാണ്. അപ്പോൾ ഈ പാർക്കിങ്ങിന് അമിതമായ ചാർജ് ഈടാക്കാതെ, അവരെ ഞെരുക്കാതെ ഇത്തരം ഒരു സൗജന്യ പാർക്കിംഗ് കൊണ്ടുവന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. സൗദി അറേബ്യയുടെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജിസാനിൽ മരിച്ച കന്യാകുമാരി സ്വദേശി ജസ്റ്റിൻ സൂസെ അന്തോണിയുടെ മൃതദേഹം സാമൂഹിക പ്രവർത്തകരുടെ ഇടപെടലിൽ നാട്ടിലെത്തിക്കാനുള്ള വഴിയൊരുങ്ങി കഴിഞ്ഞു. കഴിഞ്ഞ മാസം 11-നാണ് ജസ്റ്റിൻ താമസ സ്ഥലത്ത് ഹൃദയാഘാതം മൂലം മരിച്ചത്. ജിസാൻ ഫിഷിംഗ് ഹാർബറിലെ മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഫ്ളാറ്റിൽ വെച്ച് രാത്രി നെഞ്ചുവേദനയെ തുടർന്ന് ജസ്റ്റിനെ സഹപ്രവർത്തകർ ജിസാനിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു, പക്ഷേ മരിച്ചു. തുടർന്ന് ജിസാൻ സിറ്റി സൗത്ത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം ജിസാൻ പബ്ലിക് പ്രോസിക്യൂഷന്റെ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് ലഭിച്ചത്. മൃതദേഹത്തിന്റെ രാസപരിശോധനയും ഫോറൻസിക് പരിശോധനയും എല്ലാം പൂർത്തിയാക്കേണ്ടി വന്നതിനാലാണ് മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ ഇത്രയും കാലതാമസം നേരിട്ടത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക ക്ഷേമ സമിതി അംഗം താഹ കൊല്ലേത്തിന്റെ നേതൃത്വത്തിലാണ് മൃതദേഹം നാട്ടിലയക്കാനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ജസ്റ്റിന്റെ സ്പോൺസർ അവാജി ഹുസൈൻ ഹക്കമിയുമായി ബന്ധപ്പെട്ട് ജലയുടെ കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികളായ സലാം കൂട്ടായി, ഫൈസൽ മേലാറ്റൂർ, ഗഫൂർ പൊന്നാനി, യൂണിറ്റ് ഭാരവാഹികളായ ജമാൽ കടലുണ്ടി, സമീർ പരപ്പനങ്ങാടി എന്നിവരാണ് മൃതദേഹം നാട്ടിലേക്ക് അയക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കാൻ ജസ്റ്റിന്റെ സഹപ്രവർത്തകനും ബന്ധുവുമായ മൊയ്സൻ പിള്ളയ്ക്ക് ബന്ധുക്കൾ മുക്തിയാർ പത്രം നൽകിയിരുന്നു. ജലപ്രവർത്തകരുടെ സഹകരണത്തോടെ സൗദി എയർലൈൻസ് വിമാനത്തിൽ ജിസാനിൽ നിന്ന് റിയാദ് വഴി കൊച്ചിയിലെത്തിക്കുന്ന മൃതദേഹം വെള്ളിയാഴ്ച രാത്രി വിമാനത്താവളത്തിൽ നിന്ന് ബന്ധുക്കൾ ഏറ്റുവാങ്ങി ശനിയാഴ്ച രാവിലെ സംസ്കരിക്കും. ജസ്റ്റിന്റെ ബന്ധുക്കളും സഹപ്രവർത്തകരുമായ മൈസൻ പിള്ളയും ഹരിദാസനും മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. 2.5 മാസം മുമ്പ് മാത്രമാണ് ജസ്റ്റിൻ നാട്ടിൽ നിന്ന് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയത്. സൂസെ അന്തോണിയുടെയും മരിയ പുഷ്പയുടെയും മകനാണ്. ഭാര്യ മേരി, മക്കൾ ജോൺ വർഷൻ, ജേഷ്മ. പ്രവാസി മലയാളിയെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശി പഴയ കുന്നിന്മേൽ നെല്ലിക്കാട്ടിൽ വീട്ടിൽ ഉദയകുമാർ സരസു എന്ന 54 വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ പതിവ് സമയത്ത് ജോലിക്കായി പോകുന്നതിന് എഴുന്നേൽക്കാതിനെ തുടർന്ന് സഹപ്രവർത്തകൻ വിളിച്ചപ്പോൾ കിടക്കയിൽ മരിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹം. കമ്പനി അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിൽ ഹൃദയാഘാതമാണെന്ന് മരണകാരണമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി സൗദിയിൽ പ്രവാസിയായി ഉദയകുമാർ ദമാമിലെ സ്വകാര്യ കമ്പനിയുടെ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ വിഭാഗത്തിൽ ജീവനക്കാരനായിരുന്നു. എൻ കൃഷ്ണൻ, ജി സരസു എന്നിവരാണ് മാതാപിതാക്കൾ. ഭാര്യ മഞ്ജുഷ, മകൾ പൊന്നു എന്നിവരാണ്. എന്തായാലും അദ്ദേഹം വളരെ വേദന അനുഭവിച്ചിരിക്കാം. ഒരുപക്ഷെ ഉറക്കത്തിലാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്ന കാര്യത്തിൽ അറിയില്ല. എന്തായാലും പെരുന്നാൾ അവധി തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കാൻ അതിവേഗത്തിൽ നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ലോക കേരള സഭാംഗവും കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക പ്രവർത്തകനും കൂടിയായ നാസ് വക്കം നേതൃത്വം നൽകിയിട്ടുണ്ട്. ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന വിമാനത്തിൽ കൊണ്ടുപോകുന്ന മൃതദേഹം നോർക്കയുടെ സൗജന്യ ആംബുലൻസിൽ വീട്ടിൽ എത്തിക്കും. സംസ്കാരം പിന്നീട് നടക്കും. അടുത്തത് റാസൽ ഖൈമയിലെയാണ്. റാസൽ ഖൈമയിൽ പ്രമേഹ രോഗിയെ കൊലപ്പെടുത്തിയ കേസിൽ 3 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഭാര്യ, ഭാര്യയുടെ കാമുകൻ, ഡ്രൈവർ എന്നിവരാണ് കേസിലെ പ്രതികൾ. ആദ്യം മരുന്നിൽ വിഷം ചേർത്തു, പിന്നെ കഴുത്ത് ഞെരിച്ച് കൊന്നു. റാസൽ ഖൈമയിലെ ഒരു സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയിൽ ഉണ്ടായിരുന്ന സ്ത്രീയുടെ ഭർത്താവ് നിയമബിരുദധാരിയായിരുന്നു. ഇതിനിടെ ഭാര്യയ്ക്ക് HM, പോലീസ് നൽകിയ പേരാണ്, യഥാർത്ഥ പേരല്ല, ആ HM എന്ന ആളുമായി വിവാഹേതര ബന്ധം ഉണ്ടായിരുന്നു. ഇതോടെയാണ് ഭർത്താവിനെ ഒഴിവാക്കാൻ ഇരുവരും ചേർന്ന് ഗൂഢാലോചന ആരംഭിച്ചത്. ഭർത്താവ് പ്രമേഹ രോഗിയായിരുന്നു. അതിനാൽ തന്നെ മരുന്നിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്താനാണ് ഇവർ ശ്രമിച്ചത്. ആദ്യഘട്ടത്തിൽ ഉറക്കമരുന്ന് നൽകിയതിനു ശേഷം ഇൻസുലിൻ അളവ് കൂട്ടി നൽകി. എന്നാൽ ഇത് ഫലിച്ചില്ല.
പിന്നീട് കൂടുതൽ ശക്തിയുള്ള മരുന്ന് ഇൻസുലിനിൽ കലർത്തി നൽകി. ഭർത്താവിന് ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. മരിച്ചെന്ന് കരുതി കാമുകനായ HMനെ ഭാര്യ വിളിച്ചു വരുത്തി. വീട്ടിലെത്തിയ HM ഭർത്താവ് മരിച്ചിട്ടില്ലെന്നും ശ്വാസമുണ്ടെന്നും തിരിച്ചറിഞ്ഞപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചത് ഡ്രൈവറാണ്. അതിനുവേണ്ടി കാമുകൻ തന്റെ ഏഷ്യക്കാരനായ ഡ്രൈവറെയാണ് വിളിച്ചു വരുത്തിയത്. കൃത്യത്തിന് സഹായിച്ചാൽ 10,000 ദിർഹം നൽകാമെന്നാണ് വാഗ്ദാനം ഉണ്ടായിരുന്നതത്രേ. അങ്ങനെ 3 പേരും ചേർന്ന് മൃതദേഹം കാറിലിരുത്തി പർവ്വത പ്രദേശത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് ഡ്രൈവർ സീറ്റിലിരുത്തി വണ്ടി താഴ്വരയിലേക്ക് തള്ളുകയായിരുന്നു. അപകടം മരണമാക്കി തീർക്കാനുള്ളതായിരുന്നു ഈ പദ്ധതി. വിവരം പോലീസിൽ അറിയിച്ചത് പക്ഷേ ആട്ടിടയനായിരുന്നു. ഇതുവഴി ആടുകളെ മേച്ചുകൊണ്ടുവന്ന ആട്ടിടയൻ കാറ് കണ്ട് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് നടത്തിയ പരിശോധനയിലാണ് കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ 3 പ്രതികളും പിടിയിലാകുകയും ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. 3 പേർക്കും ആദ്യം കോടതി വധശിക്ഷയാണ് വിധിച്ചത്. പക്ഷേ മക്കൾ അമ്മയ്ക്ക് വേണ്ടി മാപ്പപേക്ഷ നൽകിയതിനെ തുടർന്ന് ഭാര്യയുടെ ശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. 1 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം മോചനം ലഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, UK-യിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. യൂട്യൂബർ കൂടിയായ ഹബീബുർ മാസൂം എന്ന 26 വയസ്സുകാരനാണ് ഭാര്യ കുൽസുമ അഖറിനെ, അത് 27 വയസ്സുകാരിയായിട്ടുള്ള ഭാര്യയെ കൊലപ്പെടുത്തിയത്. UK-യിലെ ബ്രാഡ്ഫോർഡിൽ തെരുവിലൂടെ 5 മാസം പ്രായമുള്ള കുഞ്ഞുമായി നടന്ന കുൽസുമയെ, അതായത് 5 മാസം പ്രായമുള്ള കുഞ്ഞുമായാണ് യുവതി നടന്നത്. അവരുടെ തന്നെ കുഞ്ഞാണ്. അപ്പോഴാണ് ഇയാൾ പിന്നാലെ വരികയും കുത്തുകയും ഒക്കെ ചെയ്തത്. കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. നിരവധി തവണയാണ് ഇയാൾ കുത്തിയത്. ബംഗ്ലാദേശിലെ സിൽഹെറ്റ് സ്വദേശിയാണ് ഹബീബുർ മാസൂം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 6-നാണ് സംഭവം ഉണ്ടായത്. ബ്രാൻഫോർഡ് നഗരത്തിൽ പട്ടാപ്പകലാണ് കൊല നടന്നത്. വെസ്റ്റ് ഗേറ്റിൽ ട്രൂഡൺ റോഡുമായി ചേർന്ന സ്ഥലത്ത് വെച്ച് കുത്തേറ്റ് വീണ കുൽസുമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സംഭവത്തിൽ കുഞ്ഞിന് പരിക്കേറ്റിട്ടില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം, കത്തി കൈവശം വെച്ച കുറ്റവും പ്രതി സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിൽ തിങ്കളാഴ്ച ബ്രാഡ്ഫോർഡ് ക്രൗൺ കോടതിയിൽ വിചാരണ തുടങ്ങും. ജസ്റ്റിസ് കോട്ടർ പ്രതിയെ വിചാരണ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ബംഗാളി പരിഭാഷകന്റെ സഹായത്തോടെയാണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നത്. ബെഡ്ഫോർഡ്ഷെയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിരുദാനന്തര ബിരുദം നേടിയ ഹബീബുർ മാസൂം യൂട്യൂബിൽ യാത്രകളുടെ ബ്ലോഗുകൾ ഒക്കെ തന്നെ എപ്പോഴും ഇടാറുണ്ട്. UK-യിലെ ജീവിതവും പങ്കുവെക്കാറുള്ള ആളാണ്. എന്താണ് ഇവർക്കിടയിലെ പ്രശ്നം കൊലയിലേക്ക് നയിച്ച കാരണം എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. അവധി ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റു വാർത്തകളുമായി കാണാം. അതുവരെയും നമസ്കാരം. ഒന്നുകൂടി എല്ലാ പ്രവാസികൾക്കും ബലിപെരുന്നാൾ ആശംസകൾ.